إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله ഓരോ ദിവസവും പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന നാം വളരെ പ്രതീക്ഷകൾ വെച്ചാണ് ആ ദിവസത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. അങ്ങനെ നമ്മിലൂടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ രണ്ടിലൊരു കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തുകയുണ്ടായി. പലരും ജീവിതത്തിൽ അവഗണിക്കുകയോ നിസ്സാരമായി കാണുകയോ ചെയ്യുന്ന 7 കാര്യങ്ങൾ ഉണർത്തിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തൊഹൂറു ഷത്റുൽ ഈമാൻ. ഒരാൾ വൃത്തിയോടെ ശുദ്ധിയോടെ ജീവിക്കുക എന്നത് തന്നെ അവന്റെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് എന്ന് എത്ര പറയുന്നുവോ അതവന്റെ മീസാനിനെ നിറക്കും. വത്തസ്ബീഹു വത്തക്ബീറു യംലഉ സ്സമാവാതി വൽ അർള്. അവനുരുവിടുന്ന തസ്ബീഹുകളും തക്ബീറുകളും സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ആകാശഭൂമികളെ നിറക്കുമാറ് നന്മകളാണ് അവന് ലഭിക്കുന്നത്. വസ്സലാത്തു നൂറുൻ. നമസ്കാരം ഒരു വെളിച്ചമാണ്. വസ്സകാത്തു ബുർഹാനുൻ. അവൻ നൽകുന്ന സകാത്തും സ്വതക്കയും അവന്റെ ഈമാനിന്റെ പ്രമാണമാണ്. വസ്സബ്റു ളിയാഉൻ. അല്ലാഹുവിന്റെ വിധികൾ സംഭവിക്കുമ്പോൾ അവിടെ ക്ഷമിക്കുന്നത് അവനൊരു പ്രകാശമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക. വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ഒന്നുകിൽ നിനക്ക് അനുകൂലമാകും അല്ലെങ്കിൽ പ്രതികൂലമാകും. ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുന്നാസി യഗുദു. എല്ലാ മനുഷ്യരും പ്രഭാതത്തിലേക്ക് കടക്കുന്നു. ഫബായിഉൻ നഫ്സഹു. എന്നിട്ടവൻ അവന്റെ ശരീരത്തെ വിൽക്കുന്നു. ഫമുഅ്തിഖുഹ ഔ മൂബിഖുഹ. ആ വിൽപ്പനയിൽ
ഒന്നുകിൽ അവൻ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ശരീരത്തെ നരകത്തിലേക്ക് നയിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഏതൊരു മനുഷ്യനിലും ഈ രണ്ടിലൊരു കാര്യമാണ് അവന് ലഭിക്കുന്ന ഓരോ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മെ നരകത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളാണോ, അതല്ല നരകത്തിൽ നിന്ന് തന്റെ ശരീരത്തെ മോചിപ്പിച്ചെടുക്കുന്ന കർമ്മങ്ങളാണോ എന്നിലുള്ളത് എന്ന് ചിന്തിക്കാൻ നാം സമയം കാണണം. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുമായിരുന്നു, മാമിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു, പ്രഭാതം പൊട്ടിപ്പിളരുന്ന ഏതൊരു ദിനമുണ്ടോ, ഇല്ലാ നാദ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, മനുഷ്യ ഞാനിതാ നിന്നിലേക്ക് കടന്നു വന്ന ഒരു പുത്തൻ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദുൻ, ഞാൻ നിന്റെ കർമ്മത്തിന് സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് എന്നിൽ നിന്ന്, നിനക്ക് ലഭിച്ച ഈ പ്രഭാതത്തിലൂടെ നീ കടന്ന ദിവസത്തിൽ നിന്ന് നിനക്ക് വേണ്ടി, നിന്റെ ഇഹപര മോക്ഷത്തിനു വേണ്ടി നീ പാഥേയം സ്വീകരിക്കുക. ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ നിന്നെ വിട്ടുപോയാൽ അന്ത്യനാൾ വരെ നിന്നിലേക്ക് ഞാൻ തിരിച്ചെത്തുകയില്ല. നമ്മുടെ ഓരോ ദിനവും നമ്മിലൂടെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. രണ്ട് വിഭാഗം മനുഷ്യരെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തു മറിയമിൽ കാണാം, ഖുൽ മൻ കാന ഫിൽ വലാലതി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദ ഹത്താ ഇദാ റഅൗ മാ യുഅദൂന ഇമ്മൽ അദാബ വ ഇമ്മസ് സാഅ ഫസയഅലമൂന മൻ ഹുവ ശർറും മകാനം വ അൽഅഫു ജുന്ദ. മനുഷ്യരിൽ ഭൂരിപക്ഷവും ഈ വചനത്തിൽ പറയപ്പെട്ട പോലെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബിയെ പറഞ്ഞു കൊടുക്കുക, വഴികേടിലായി ആരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു ആ വഴികേടിൽ അവർക്ക് സമയം നീട്ടിക്കൊടുക്കും. ഹത്താ ഇദാ റഅൗ മാ യുഅദൂന ഇമ്മൽ അദാബ വ ഇമ്മസ് സാഅ, അങ്ങനെ അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട, നിങ്ങൾ ധിക്കാരികളായി ജീവിക്കുന്ന പക്ഷം ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന താക്കീത്, അല്ലെങ്കിൽ അന്ത്യസമയം അവർക്ക് വരുന്ന, അവർ നേരിൽ കാണുന്ന ആ സമയം, ഫസയഅലമൂൻ, അപ്പോൾ അവർക്ക് ബോധ്യമാകും, മൻ ഹുവ ശർറും മകാന വ അൽഅഫു ജുന്ദ, ആരാണ് ഏറ്റവും മോശപ്പെട്ട പദവിയിൽ സ്ഥാനത്തെത്തിയത്, അവനെ സഹായിക്കാൻ ആരുമില്ലാത്ത നിലക്ക് ഏറ്റവും ദുർബലനായ സൈന്യം ആരുടേതാണ് എന്നവന് ബോധ്യപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വിഭാഗം ആ ആയത്തിന്റെ തുടർച്ചയായി കാണാം, വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ, അല്ലാഹുവിന്റെ സന്മാർഗം ആരാണ് സ്വീകരിച്ചത് അവർക്ക് ആ ഹിദായത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും. വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ്ദ. അങ്ങനെ അവർ ആ ഹിദായത്തിലൂടെ സഞ്ചരിച്ച് എന്നേക്കുമായി റബ്ബിന്റെ അടുത്ത് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന നിലക്ക്, അവർക്കൊരു പ്രതീക്ഷ, നല്ല പ്രതീക്ഷ ലഭിക്കുന്ന നിലക്ക് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അവർക്ക് അവർ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ ദിവസവും നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളൊന്നും ഇനി നമ്മിലേക്ക് തിരിച്ചു വരാനില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഈ ശരീരത്തെ നരകത്തിലിട്ട് നശിപ്പിക്കണോ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണോ എന്നാണ് സത്യവിശ്വാസികളായ നാം ഏത് സമയവും ആലോചിക്കേണ്ടത്. നമുക്ക് ഓരോ ദിവസവും അസറ്റായി മാറുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന,
ഈ ഐഹിക ജീവിതത്തിലും നാളെ ബർസഖി ലോകത്തും പരലോകത്തും സ്ഥായിയായ നിലക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. അതാണ് നമുക്കുള്ള അസറ്റ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് എത്രത്തോളം എനിക്ക് ഇതുവരെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ഹദീസുകൾ മാത്രമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആ ഹദീസുകളോടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹ് സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅ ഫീ ജമാഅ. നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഫളലുള്ള നമസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ജുമുഅ ദിവസം ജമാഅത്തായി നിർവഹിക്കപ്പെട്ട സുബ്ഹി നമസ്കാരമാണ് എന്നാണ്. സുബ്ഹി നമസ്കാരത്തിന് എന്നും പ്രാധാന്യതയുണ്ട്. വെള്ളിയാഴ്ച ആ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, സുബ്ഹിയുടെ മുമ്പ് നമുക്ക് നിർവഹിക്കാനുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ട 2 റക്അത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റക്അത്ത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ എന്നാണ്. ആ സുബ്ഹിയുടെ മുമ്പുള്ള ആ 2 റക്അത്തുണ്ടല്ലോ, ഈ ദുനിയാവും അതിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഉപേക്ഷ വരുത്താതെ കാത്തു സൂക്ഷിച്ചിരുന്ന 2 റക്അത്തായിരുന്നു ഈ 2 റക്അത്ത്. ഈ 2 റക്അത്ത് നമസ്കരിക്കുന്ന സമയം നിന്നെ പിടിച്ച് നശിപ്പിക്കാൻ ഒരു സൈന്യം നിന്റെ പിന്നാലെ പിന്തുടരുന്നു. ആ സൈന്യം പിന്തുടർന്ന ആ സമയത്താണ് ഈ 2 റക്അത്ത് നമസ്കരിക്കേണ്ട സമയമെങ്കിൽ ആ സൈന്യത്തെ മൈൻഡ് ചെയ്യാതെ ആ 2 റക്അത്ത് നമസ്കരിച്ചോ എന്നാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം വലിയ സ്ഥാനം അതിനുണ്ട്. ആ 2 റക്അത്തിന് ഈ മഹത്വമുണ്ടെങ്കിൽ അതിനുശേഷം നിർവഹിക്കുന്ന 2 റക്അത്ത് സുബ്ഹി നമസ്കാരത്തിന് എത്രമാത്രം മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നാസിറു സഅദി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഹിയ ഇമാദുദ്ദീൻ, നമസ്കാരം എന്നത് ദീനിന്റെ തൂണാണ്. വനൂറുൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങൾക്കുള്ള ഒരു വെളിച്ചമാണ്. വമീസാനുൽ ഈമാൻ, അത് തന്റെ ഈമാനിനെ അളക്കാനുള്ള തുലാസാണ്. വഅലാമത്തു സിദ്ഖിൽ ഇസ്ലാം, ഒരാൾ ഇസ്ലാമിൽ കടന്നാൽ അവന്റെ സത്യസന്ധതയുടെ അടയാളമാണ് അവൻ നിർവഹിക്കുന്ന നമസ്കാരമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം നമുക്കൊരു സമ്പാദ്യമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാസു ഖലിഫാത്തിൻ ഇളാമിൻ സിമാനിൻ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടുമുറ്റത്ത് തടിച്ചു കൊഴുത്ത 3 ചുവന്ന ഒട്ടകങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യമായി കാണപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ എന്ന്. സ്വഹാബത്തൊക്കെ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, റസൂലെ, അങ്ങനെ ഒരു സമ്പാദ്യം ഈ ഭൗതിക ലോകത്ത് ഞങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ഫസലാസു ആയാത്തിൻ യഖറഉ ബിഹിന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി ഖൈറുൽ ലഹു മിൻ സലാത്തി ഖലിഫാത്തിൻ ഇളാമിൻ സിമാൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു 3 ആയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ ആശയം മനസ്സിലാക്കി, അതിന്റെ പാരായണ നിയമം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കൊരാൾക്ക് അത് പാരായണം ചെയ്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം, ആ 3 ചുവന്ന ഒട്ടകം ലഭിച്ച് ഭൗതിക ലോകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടമുണ്ടല്ലോ, അതിനേക്കാളും വലിയ നേട്ടമാണ് ആ 3 വചനങ്ങൾ സ്വായത്തമാക്കുക വഴി നിങ്ങൾക്കുള്ളത് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാമ ബി അശ്രി ആയാത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലിൻ. ഒരാൾ ഒരു ഐച്ഛികമായ നമസ്കാരം വിശുദ്ധ ഖുർആനിൽ നിന്ന് രാത്രി സമയം 10 ആയത്തുകൾ ഓതി തന്റെ ഒരു ഐച്ഛിക നമസ്കാരം അവൻ നിർവഹിച്ചാൽ അവൻ ഒരിക്കലും അള്ളാഹുവിനെ മറന്നവരുടെ കൂട്ടത്തിൽ അവൻ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നാണ്. വമൻ ഖാമ ബി മിഅത്തി ആയത്തിൻ, അതൊരു 100 ആയത്തോതി അവന്റെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവനാണെങ്കിലോ കുത്തിബ മിനൽ ഖാനിതീൻ,
അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഭയഭക്തന്മാരിൽ അവൻ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഒമൻ ഖറഅ ബി അൽഫി ആയത്തിൻ കുതിബ മിനൽ മുഖന്തിരീൻ. 1000 ആയത്തോതിയാണ് അവൻ ആ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതെങ്കിലോ കൂമ്പാരക്കണക്കിന്, ഖിൻതാർ എന്ന് പറഞ്ഞാൽ മിസ്ല ജബലി ഉഹദ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഉഹദ് മലയോളമാണ് ഒരു ഖിൻതാർ എന്നാണ്. കൂമ്പാരക്കണക്കിന് നന്മകൾ ലഭിച്ച ഒരാളായിട്ടാണ് നാളെ പരലോകത്ത് അവൻ എത്തിപ്പെടുക എന്നാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനുമായും ആ ഖുർആൻ പാരായണം ചെയ്തുള്ള നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ സ്മരിക്കുക വഴി നമ്മൾ ഒരു ദിക്ർ ഉച്ചരിച്ചാൽ നമ്മൾ ആരായി മാറും? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസു എന്നാണ്. ഒരു സൂര്യൻ ഉദിച്ചു കിട്ടിയ ഒരു ദിവസം എനിക്ക് കിട്ടിയാൽ, ഒരു സൂര്യൻ ഉദിച്ച് ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നാൽ ആ പ്രഭാതവും ആ രാവും പകലും നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇന്നത്തെ ഈ ദിവസം ഇന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് അതിരാവിലെ തന്നെ ഞാനും നിങ്ങളും ചിന്തിക്കും. റസൂലുള്ളാഹി പറയുന്നത്, ഒരു സൂര്യൻ ഉദിച്ച ദിവസം എനിക്ക് കിട്ടിയാൽ അന്ന് ഞാൻ പറയാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റായിരിക്കുമെന്നാണ്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകളാണ് അത് എന്ന് മറ്റ് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ നമ്മിലൂടെ കടന്നു പോകുന്ന ഓരോ ദിനങ്ങളും എത്രത്തോളം നമുക്ക് വേണ്ടി ഒരു അസറ്റ്, നമുക്ക് വേണ്ടി സ്ഥായിയായ നിലനിൽക്കുന്ന സമ്പത്തായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുവോ, അതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ പറയുന്നത് വാർദ്ധക്യത്തിന്റെ അവശതയിൽ കഴിയുന്ന, പിച്ചും പേയും പറയുന്ന, വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടല്ല. ഒരു രോഗം നിർണയിച്ച് ഇനി രോഗശമനമില്ല, ഇതിലൂടെ എന്റെ മരണമാണ്, ആ മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന രോഗികളോടല്ല. ഒട്ടും വകതിരിവെത്താത്ത പിഞ്ചു പൈതങ്ങളോടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു സഹായിക്കുമാറാവട്ടെ. അത്തരം ആളുകളോടല്ല ഈ ഉത്ബോധനം. ഈ ഉത്ബോധനം അല്ലാഹു ആഫിയത്ത് എന്ന മഹത്തായ അനുഗ്രഹം കനിഞ്ഞു നൽകിയവരോടാണ് ഞാനിത് പറയുന്നത്. ഇത് പറയുമ്പോ ഇന്ന് നമ്മുടെ പ്രദേശത്ത് ഈ ഒരു വാക്കുകളുടെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. രാവിനെ പകലാക്കി മാറ്റി ഒരു കളി രാത്രി 2 മണിക്കാണെങ്കിൽ 1 മണിക്കോ 12 മണിക്കോ ആ കളി കാണാൻ ടെന്റ് ഒരുക്കി ആ ടെന്റിൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കളി കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ ആ കളിയുടെ മറ്റ് വിശദീകരണങ്ങൾ നിർവഹിക്കാൻ അങ്ങനെ രാവിനെ പകലാക്കി മാറ്റുന്ന അള്ളാഹു കനിഞ്ഞു നൽകിയ ആരോഗ്യമെന്ന ആഫിയത്ത് നൽകപ്പെട്ടവരോടാണ് എന്റെ ഈ വാക്കുകൾ. നാം നല്ലോണം ആലോചിക്കുക, നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മർഹബൻ ബിശ്ശിതാ, ശൈത്യകാലത്തിന് സ്വാഗതം, തതനസ്സലു ഫീഹിൽ ബറക, അള്ളാഹുവിന്റെ ബറക്കത്താണ് ഈ ശൈത്യകാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുമായിരുന്നു, നിഅ്മ സമാനുൽ മുഅ്മിനി അശ്ശിതാ, ശൈത്യകാലം, തണുപ്പുകാലം സത്യവിശ്വാസിക്ക് എത്രമാത്രം നല്ല ഒരു കാലമാണ് എന്ന്. സുന്നത്ത് നോമ്പുകൾ വരെ ഒരു പ്രയാസവുമില്ലാതെ നോൽക്കാൻ പറ്റിയ കാലം, എല്ലാ ഇബാദത്തുകളും സുഖമായി നിർവഹിക്കാൻ പറ്റിയ കാലം. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെപ്പോലുള്ള സഹോദരങ്ങൾ കഠിനമായ ചൂടിൽ കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ഈ ലഭിച്ച അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കണം.
ആ നന്ദിയുടെ ഭാഗമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല എന്ന് പറഞ്ഞത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, പ്രഭാത പ്രദോഷ സമയത്ത് അവനെ പ്രത്യേകം പ്രകീർത്തിക്കുകയും ചെയ്യുക എന്ന്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുമായിരുന്നു, അദ്കാറു സ്വബാഹി വൽ മസാഇ ബിമൻസിലത്തി ദിർഇ കുല്ലമാ സാദ സുംകുഹു ലം യതഅസ്സർ സ്വാഹിബുഹു. ഒരാൾ നിർവഹിക്കുന്ന പ്രഭാത പ്രദോഷ ദിക്റുകൾ അവന് ഒരു അങ്കിയും പരിചയും പോലെയാണ്. ആ അങ്കിയുടെയും പരിചയുടെയും ഖനം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അവന് ഒരു അപകടവും, ആ അങ്കി ധരിച്ചവന് ഒരു അപകടവും ഏൽക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ഗദാഉ ഖൂത്തുൻ നഫ്സ്, ഞാൻ നിർവഹിക്കുന്ന ഈ പ്രഭാത പ്രദോഷ ദിക്റുകൾ എന്റെ ആത്മാവിന്റെ ഭക്ഷണമാണ്. ഫഇദാ ലം അതഗദ്ദൽ ഗദാ, ആ പ്രഭാത ഭക്ഷണമെന്ന ആ ദിക്റുകൾ ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ സഖത്തത്ത് ഖുവ്വതി, എന്റെ എല്ലാ ശക്തിയും ആരോഗ്യവും നഷ്ടപ്പെട്ടു എന്നാണ്. നമുക്ക് എല്ലാ ശക്തിയും കരുത്തും നൽകുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കുക എന്നുള്ളത്. ആകസ്മികമായ ദുരന്തങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്തരം ദുരന്തങ്ങളിൽ പെടാതെ കാവലായി മാറാനും ദിക്റുകൾ നമുക്ക് കരുത്താണ് എന്ന് നാം തിരിച്ചറിയണം. അതൊക്കെ പഠിച്ച് നിർവഹിക്കാൻ സമയം കാണണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعتقنا من النار، اللهم اجرنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين، اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد